ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു ഇഷ്യൂ ആണ് ഓവർ തിങ്കിങ്, അല്ലേ? ഈ ഒരു ഓവർ തിങ്കിങ് കാരണത്താൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ലൈഫിൽ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആകെ പ്രോബ്ലത്തിലായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രീത്ത് വർക്ക്, അല്ലേ? ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്തിങ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിനെ കാമാക്കിയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അയ്യോ, ഒരു ബ്രീത്ത് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഇപ്പോൾ ഇത് പോസിബിൾ ആവുന്നത്? പലരും ഇത് ചെയ്ത് നോക്കിയിട്ടും റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഓപ്പണായിട്ട് തന്നെ പറയാം, എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൈൻഡ് കാമാവാത്തത് എന്നുള്ളതാണ് പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, മൈൻഡ് കാമാവാത്തത് നിങ്ങൾ കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങൾ ഈ ഒരു ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? അയ്യോ, എനിക്ക് ഈ തോട്ട് വരരുത്, എനിക്ക് ഈ തോട്ട് വരരുത്, അയ്യോ എനിക്കിതൊന്നൊന്ന് ഓവർകം ചെയ്യണം. ഇങ്ങനെയൊക്കെ ആ ചിന്തകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ പ്രാക്ടീസ് തന്നെ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് തൊട്ട് മുൻപ് നിങ്ങൾ ജീവിതത്തിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസ് ആയിക്കോട്ടെ, വോട്ടെവർ ഇറ്റ് ഈസ്, നമ്മുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മറക്കാതെ വിളിക്കാവുന്നതാണ്. ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ബ്രീത്ത് സൗണ്ട്. ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ശബ്ദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ണടക്കുന്നു, ശ്വാസം എടുക്കുന്ന സമയത്ത് ആ ശ്വാസം എടുക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, പുറത്തേക്ക് വരണം, ആ രീതിയിൽ വേണം എടുക്കാൻ. ഓക്കെ, ആ ശബ്ദത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബ്രീത്ത് പുറത്തേക്ക് വിടുന്ന സമയത്ത് അത് മൂക്കിലൂടെ തന്നെ വിടാം, വായിലൂടെ വിടാം, രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ശബ്ദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ കുറച്ച് ടൈം, ഒരു 5 മിനിറ്റ് ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഓവർ തിങ്കിങ് പമ്പ കിടക്കും, ഒരു സംശയവുമില്ല. മാറിക്കിട്ടും, നിങ്ങളുടെ സ്ട്രെസ്സ് മാറും, മൈൻഡ് കാമാവും, നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ബ്രീത്ത് ചെയ്യുമ്പോൾ ബ്രീത്തിൻ്റെ ശബ്ദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് സൊല്യൂഷൻ. ഗോട്ട് ഇറ്റ്? കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ ഇത് അപ്ലൈ ചെയ്തോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തോ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്